അഡ്വാൻസ്ഡ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചറിലെ ഒരു ചാപ്റ്ററാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് നോക്കാം. അതിന് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, വൈക്കം മുഹമ്മദ് ബഷീർ, പോപ്പുലർലി നോൺ ആസ് ദ ബേപ്പൂർ സുൽത്താൻ, ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ. ഹി വാസ് ബോൺ ഓൺ 21 January 1908 in Talayola-Parambu, Kottayam. His writing is famous for its simplicity, humor and use of everyday spoken language. ഇത് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നു. മലയാളത്തിലെ മഹാനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 January 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. ലളിതമായ ഭാഷയും ഹാസ്യവും അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രധാന സവിശേഷതകളാണ്. ബഷീർ wrote many famous works like ബാല്യകാലസഖി, പ്രേമലേഖനം, മതിലുകൾ ആൻഡ് പാത്തുമ്മയുടെ ആട്. His themes include love, poverty, social criticism and the realities of life. ബഷീറിൻ്റെ ഇതാണ് ബാല്യകാലസഖി, പ്രേമലേഖനം, മതിലുകൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങിയ കൃതികൾ അദ്ദേഹം രചിച്ചതാണ്. സ്നേഹം, ദാരിദ്ര്യം, സാമൂഹിക വിമർശനം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പ്രധാന വിഷയങ്ങൾ. ബാല്യകാലസഖി, published in 1944, is a touching love story between Majid and Suhara. It is known for its emotional depth and simple narration. അതായത് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് 1944 പ്രസിദ്ധീകരിച്ച ബാല്യകാലസഖി മജീദും സുഹറയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ പ്രണയകഥയാണ്. ലളിതമായ അവതരണവും ആഴമുള്ള വികാരങ്ങളും ഈ കൃതിയെ പ്രത്യേകമാക്കുന്നു. Chapter 3 presents a humorous incident from Majid's life. He is weak in mathematics and is called a blockhead by his teacher. His funny answer to an arithmetic problem earns him the nickname a rather big one. Suhara helps him in this situation, showing the early bond between them. ഈ മൂന്നാമത്തെ അധ്യായത്തിൽ മജീദിൻ്റെ ജീവിതത്തിലെ ഒരു ഹാസ്യപരമായ സംഭവമാണ് വിവരിക്കുന്നത്. ഗണിതത്തിൽ ബുദ്ധിമുട്ടുള്ള മജീദിനെ അധ്യാപകൻ ബ്ലോക്ക് ഹെഡ് എന്ന് വിളിക്കുന്നു. ഒരു ഗണിത പ്രശ്നത്തിന് നൽകിയ ഉത്തരത്തെ തുടർന്ന് അവന് എ റാദർ ബിഗ് വൺ എന്ന പേര് ലഭിക്കുന്നു. ഈ സമയത്ത് സുഹറ അവനെ സഹായിക്കുന്നു. ഇവരുടെ ബന്ധത്തിൻ്റെ തുടക്കം ഇതിലൂടെ കാണാം. ബാല്യകാലസഖി ഈസ് എ ബ്യൂട്ടിഫുൾ പോർട്രേൽ ഓഫ് ലവ് ആൻഡ് ലൈഫ്. ഇറ്റ്സ് സിംപ്ലിസിറ്റി ആൻഡ് ഇമോഷണൽ സ്ട്രെങ്ത് മേക്ക് ഇറ്റ് എ ടൈംലെസ് വർക്ക്. ബാല്യകാലസഖി സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മനോഹരമായ ചിത്രീകരണമാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ സമ്മറി നോക്കാം. എളുപ്പത്തിലുള്ള സമ്മറിയാണ്, ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ബാല്യകാലസഖി ബൈ വൈക്കം മുഹമ്മദ് ബഷീർ ഡിസ്ക്രൈബ്സ് എ ഫണ്ണി യെറ്റ് ടച്ചിങ് ഇൻസിഡൻറ്റ് ഫ്രം മജീദ്സ് സ്കൂൾ ലൈഫ്. Suhara is very good at arithmetic and the teacher always praises her, while Majid struggles a lot with mathematics and often gets confused. Because of this, the teacher calls him a blockhead even during attendance, but Majid still responds loudly. ബാല്യകാലസഖിയിലെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിലെ ഈ ഭാഗം മജീദിൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഒരു ഹാസ്യപരമായ ഒരുപാട് മനസ്സിലേറ്റുന്നതുമായ സംഭവത്തെ അവതരിപ്പിക്കുന്നു. സുഹറ ഗണിതത്തിൽ വളരെ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അതിനാൽ അധ്യാപകരൊക്കെ അവളെ പ്രശംസിക്കും. എന്നാൽ മജീദ് ഗണിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും എപ്പോഴും കുഴഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അധ്യാപകൻ അവനെ ബ്ലോക്ക് ഹെഡ് എന്ന് വിളിക്കുന്നു. പക്ഷേ മജീദ് അതിന് പ്രതികരിക്കുന്നു. One day the teacher asked him a simple question, what is 1 plus 1? Instead of saying 2, Majid thinks in his own imaginative way. He compares it to two rivers joining together to form a bigger river and answers proudly, a rather big one. This makes the whole class laugh and even the teacher finds it funny. ഒരു ദിവസം അധ്യാപകൻ 1+1 എത്രയെന്ന് ചോദിക്കുമ്പോൾ 2 എന്ന് പറയേണ്ടടുത്ത് മജീദ് തൻ്റെ സൃഷ്ടിപരമായ ചിന്ത ഉപയോഗിക്കുന്നു. 2 നദികൾ ചേർന്ന് ഒരു വലിയ നദിയാകുന്നത് പോലെ ഒരു വലിയ 1 എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. ഇത് കേട്ട് ക്ലാസ്സിലെ എല്ലാവരും ചിരിക്കുകയും അധ്യാപകനും തമ്മിൽ ചിരിക്കുകയും ചെയ്യുന്നു. Because of this answer, Majid gets the nickname a rather big one and is punished by the teacher. His classmates keep teasing him, which makes him feel sad and confused. Even though he believed this answer was right, he starts doubting himself. ഈ മറുപടി കാരണം മജീദിനെ എ റാദർ ബിഗ് വൺ എന്ന വിളിപ്പേര് ലഭിക്കുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നു. സഹപാഠികൾ അവനെ പരിഹസിക്കുന്നത് മജീദിനെ വളരെ വേദനിപ്പിക്കുന്നു. തൻ്റെ മറുപടി ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും പിന്നീട് അവൻ തന്നെ സംശയിക്കാൻ തുടങ്ങുന്നു. ദിസ് ഇൻസിഡൻറ്റ് ക്ലിയർലി ഷോസ് മജീദ്സ് ഇന്നസെൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമോഷണൽ സ്ട്രഗിൾസ് ഹി ഫേസ് ആസ് എ ചൈൽഡ്. ഈ സംഭവം മജീദിൻ്റെ നിഷ്കളങ്കതയും സൃഷ്ടിപരമായ ചിന്തയും കുട്ടിയായുള്ള മാനസിക വേദനകളും വ്യക്തമാക്കുന്നു.
Majid was very sad about his poor performance in arithmetic. He complained to his mother, who advised him to pray to God, saying that God would listen to everyone's prayers. മജീദ് ഗണിതത്തിൽ പരാജയപ്പെടുന്നതിൽ ദുഃഖിതനായി അമ്മയോട് പറഞ്ഞു. അമ്മ അവനോട് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചു. ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമെന്നും പറഞ്ഞു. Majid prayed sincerely to God to help him solve his sums correctly. It was his first prayer and he continued praying day and night, but still he could not improve. മജീദ് ആത്മാർത്ഥമായി ദൈവത്തോട് തൻ്റെ ഗണിതം ശരിയാക്കാൻ പ്രാർത്ഥിച്ചു. അത് അവൻ്റെ ആദ്യ പ്രാർത്ഥനയായിരുന്നു. അവൻ ദിവസവും രാവും പ്രാർത്ഥിച്ചെങ്കിലും പുരോഗതി ഉണ്ടായില്ല. അവൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അവൻ അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റിയില്ല. Even after praying, Majid's sums were still wrong. He was often punished and the pain from canning made him suffer a lot. പ്രാർത്ഥിച്ചിട്ടും മജീദിൻ്റെ ഗണിതം തെറ്റായിരുന്നു. അധ്യാപകൻ്റെ ശിക്ഷയും അടികളും കാരണം അവൻ ഏറെ വേദന അനുഭവിച്ചു. After many disagreements, Majid finally spoke to Suhra. Earlier he had avoided her, but she smiled at him. നിരവധി തർക്കങ്ങൾക്ക് ശേഷം മജീദ് സുഹറയോട് വീണ്ടും സംസാരിച്ചു. മുമ്പ് അവളെ അവഗണിച്ചിരുന്നെങ്കിലും അവൾ അവനോട് പുഞ്ചിരിച്ചു. Suhra came and sat next to Majid. After that, Majid stopped getting punished and started doing all his sums correctly. സുഹറ മജീദിൻ്റെ അടുത്തിരുന്നു. അതിനുശേഷം മജീദ് ശിക്ഷിക്കപ്പെടുന്നത് നിർത്തി. എല്ലാ ഗണിതവും ശരിയായി ചെയ്യാൻ തുടങ്ങി. The teacher was surprised by Majid's improvement and praised him, saying he was wrong to think Majid was foolish. മജീദിൻ്റെ പുരോഗതി കണ്ട അധ്യാപകൻ തന്നെ ഒന്ന് അതിശയിച്ചു. മുമ്പ് അവനെ മണ്ടനാണെന്ന് കരുതിയത് തെറ്റായിരുന്നുവെന്നും പറഞ്ഞു. Majid's nickname disappeared and other students began to admire him and call him the top student in the class. മജീദിൻ്റെ പഴയ വിളിപ്പേര് ഇല്ലാതായി മറ്റു കുട്ടികൾ അവനെ ക്ലാസ്സിലെ മികച്ച വിദ്യാർത്ഥിയായി കാണാൻ തുടങ്ങി. സുഹറ would smile when she heard others praising Majid. No one understood the real reason behind his success. മറ്റുള്ളവർ മജീദിനെ പ്രശംസിക്കുമ്പോൾ സുഹറ പുഞ്ചിരിച്ചു. എന്നാൽ അവൻ്റെ വിജയത്തിൻ്റെ യഥാർത്ഥ കാരണം ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. The secret was that Majid copied answers from Suhra's slate while doing sums. She quietly helped him without revealing it. യഥാർത്ഥത്തിൽ മജീദ് സുഹറയുടെ സ്ലേറ്റിൽ നിന്ന് ഉത്തരങ്ങൾ പകർത്തുകയായിരുന്നു. സുഹറ അത് ആരും അറിയാതെ അവനെ സഹായിക്കുകയായിരുന്നു. After school, Suhra teases Majid by calling him a rather big one and he responds by calling her princess. Their teasing reflects a close friendship. Majid loves climbing mango trees and enjoys imagining a world beyond the horizon. He is curious and adventurous. When he is on top of the tree, Suhra playfully asks if he can see Mecca. In response, Majid recites poetic lines showing his imagination and dreamlike nature. This story mainly explores the theme of childhood innocence, friendship, love, and imagination. It shows how a simple and pure bond between Majid and Suhra helps overcome difficulties. ഈ ഭാഗം മജീദും സുഹറയും തമ്മിലുള്ള കളിയുള്ള സ്നേഹപൂർണ്ണമായ ബന്ധം കാണിക്കുന്നു. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ സുഹറ മജീദിനെ വലിയ ആളാ എന്ന് കളിയാക്കുന്നു. അതിന് മജീദ് പ്രിൻസസ് എന്ന മറുപടിയും പറയും. ഇത് അവരുടെ അടുത്ത ബന്ധം കാണിക്കുന്നു. സുഹറ വളരെ ശുചിത്വവും ക്രമബദ്ധതയും പാലിക്കുന്ന കുട്ടിയാണ്. എന്നാൽ മജീദ് അലക്ഷ്യ സ്വഭാവമുള്ളവനുമാണ്. അവൻ്റെ വസ്ത്രങ്ങളിൽ എപ്പോഴും മഷിക്കറകൾ ഉണ്ടാകും. ഇത് അവരുടെ വ്യക്തിത്വ വ്യത്യാസം കാണിക്കുന്നു. മജീദ് മാമ്പഴ മരങ്ങളിൽ കയറാൻ ഇഷ്ടപ്പെടുന്നു. അവൻ ആകാശവും ദൂരെയുള്ള ലോകവും ചിന്തിച്ച് സ്വപ്നം കാണുന്നു. മരത്തിൻ്റെ മുകളിലിരുന്ന് അവൻ ദൂരെ കാണാൻ ശ്രമിക്കുമ്പോൾ സുഹറ നിനക്ക് മക്ക കാണാമോ എന്ന് ചോദിക്കും. അതിന് മജീദ് കവിത പോലെ മറുപടി പറയും. മൊത്തത്തിൽ ഈ ഭാഗം ബാല്യത്തിൻ്റെ നിർമ്മാലത, സൗഹൃദം, സ്വപ്നങ്ങൾ, വ്യക്തിത്വ വ്യത്യാസങ്ങൾ എന്നിവയെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെ പ്ലേഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മജീദ് ആൻഡ് സുഹറ, അങ്ങനെ കുറച്ച് ഇതുണ്ട്. അത് മാത്രം ജസ്റ്റ് ഒന്ന് പോയിന്റ് വൈസ് മാത്രം എക്സാംസിന് എഴുതിയാൽ മതി. പിന്നെ തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറി മെയിൻലി എക്സ്പ്ലോർസ് ദ തീം ഓഫ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്, ഫ്രണ്ട്ഷിപ്പ്, ലവ് ആൻഡ് ഇമാജിനേഷൻ. ഇറ്റ് ഷോസ് ഹൗ എ സിമ്പിൾ ആൻഡ് പ്യൂർ ബോണ്ട് ബിറ്റ്വീൻ മജീദ് ആൻഡ് സുഹറ ഹെൽപ്സ് ഓവർകം ഡിഫിക്കൽട്ടീസ്. ഇതാണ് അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.